നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പം നടുവട്ടത്ത് ബൈക്ക് മോഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. മലപ്പുറം സ്വദേശികളാണ് പിടിയിലായത്. കൊപ്പം നടുവട്ടത്തു നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിൽ 2-അംഗ സംഘത്തെ കൊപ്പം പോലീസ് പിടികൂടി. മലപ്പുറം മേൽമുറി ചക്കിയംകുന്നത്ത് അഭിഷേക് 23 വയസ്സ്, മലപ്പുറം എറയൂർ തോട്ടത്തിൽ ഷംസുദ്ദീൻ 24 വയസ്സ് എന്നിവരെയാണ് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. നടുവട്ടത്ത് കോപ്പറേറ്റീവ് ബാങ്കിന് സമീപം നിർത്തിയിട്ടിരുന്ന തിരുവേപ്പുറ സ്വദേശി മുഹമ്മദ് ഫൈസിന്റെ ഉടമസ്ഥതയിലുള്ള KL 55G 1785 എന്ന നമ്പറുള്ള ബൈക്കാണ് മോഷ്ടിച്ചത്. തുടർന്ന് കൊപ്പം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വാഹന പരിശോധനയ്ക്കിടെ മോഷണ സംഘത്തെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതികൾ സമാനമായ രീതിയിൽ മറ്റു മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൂറ്റനാട് ടൗൺ വികസനമുയർത്തി ഫ്ലെക്സ് യുദ്ധം അനുകൂലിച്ചും പ്രതികൂലിച്ചും ചേരിതിരിഞ്ഞ നാട്ടുകാർ. ദശാബ്ദങ്ങളായുള്ള ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ പ്രഖ്യാപിച്ച നഗര വികസന പദ്ധതിയെ ചൊല്ലിയാണ് ടൗണിലെ ചുവരുകളിലും കവലകളിലും ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നഗരത്തിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് വികസനം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കൂറ്റനാട് ടൗൺ ജനകീയ കൂട്ടായ്മയാണ് ആദ്യം രംഗത്തെത്തിയത്. കൂറ്റനാട് ടൗൺ ഇങ്ങനെ കിടന്നാൽ മതിയോ എന്ന ചോദ്യമുയർത്തുന്ന മുദ്രാവാക്യങ്ങളുമായി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ സ്ഥാപിച്ച ബോർഡുകൾ വികസനവാദികളുടെ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നു. സംസ്ഥാനപാത കടന്നുപോകുന്ന കൂറ്റനാട് സെന്ററിലെ നിത്യേനയുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വികസനം അനിവാര്യമാണെന്നാണ് ഇവരുടെ പക്ഷം. എന്നാൽ ഈ ആവേശത്തിനൊപ്പം തങ്ങൾ നിൽക്കില്ലെന്ന പ്രഖ്യാപനവുമായാണ് മറുപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. കൂറ്റനാട്ടുകാർ ഹാപ്പിയല്ല, ആശങ്കയിലാണ് എന്ന തലക്കെട്ടോടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. വികസനത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റപ്പെടുമ്പോൾ തങ്ങളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടുമെന്ന ഭീതിയിലാണ് ഒരു വിഭാഗം വ്യാപാരികളും കെട്ടിട ഉടമകളും. കൃത്യമായ പുനരധിവാസമോ നഷ്ടപരിഹാരമോ ഉറപ്പാക്കാതെ നടത്തുന്ന നീക്കങ്ങൾ തങ്ങളെ പെരുവഴിയിലാക്കുമെന്ന് ഇവർ ആരോപിക്കുന്നു. നിലവിൽ കൂറ്റനാട് ടൗൺ നവീകരണത്തിനായി 26.8 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. സർക്കാരിന്റെ ഈ വൻകിട പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ടൗണിന്റെ മുഖഛായ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നതിനും ഓടകൾ നിർമ്മിക്കുന്നതിനുമായി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടികൾ അധികൃതർ ആരംഭിക്കാനിരിക്കെയാണ് ഈ ജനകീയ പ്രതിഷേധങ്ങളും അനുകൂല തരംഗങ്ങളും ഒരേ സമയം ഉയരുന്നത്. തൃത്താല മേഖലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ കൂറ്റനാട് സെന്ററിൽ വാഹനക്കുരുക്ക് മൂലം മണിക്കൂറുകളോളം യാത്രക്കാർ വലയുന്നത് പതിവ് കാഴ്ചയാണ്. വീതി കുറഞ്ഞ റോഡും അശാസ്ത്രീയമായ പാർക്കിങ്ങും ടൗണിനെ വീർപ്പുമുട്ടിക്കുമ്പോൾ വികസനം വന്നാൽ മാത്രമേ ഈ ദുരവസ്ഥയ്ക്ക് അന്ത്യമാകൂ എന്ന് ഭൂരിഭാഗം യാത്രക്കാരും അഭിപ്രായപ്പെടുന്നു. വികസനവും ജീവിതോപാധിയും തമ്മിലുള്ള ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂറ്റനാട് ടൗണിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിമരുന്നിടുമെന്ന് ഉറപ്പാണ്. പട്ടാമ്പി ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കർണാടക സ്വദേശിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കർണാടക സ്വദേശി സുരേന്ദ്രയാണ് മരിച്ചത്. ഏപ്രിൽ 1-നാണ് ഇയാൾ ചാരിശ്ശേരിയിലുള്ള അമ്മയുടെ വീട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പട്ടാമ്പി പാലത്തിന് സമീപത്തെ ഭാരതപ്പുഴയിൽ കർണാടക സ്വദേശിയായ സുരേന്ദ്രയുടെ മൃതദേഹം കണ്ടെത്തിയത്. 58 വയസ്സാണ്. പട്ടാമ്പി തൃത്താല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും അഗ്നിശമന സേനയും സ്ഥലത്തെത്തിയാണ് മൃതദേഹം കരക്കെത്തിച്ചത്. വർഷങ്ങളായി കർണാടകത്തിലെ കൊടക് ജില്ലയിലെ മടിക്കേരിക്ക് സമീപം ഹൈദൂർ എന്ന സ്ഥലത്താണ് സുരേന്ദ്രയുടെ കുടുംബം താമസിക്കുന്നത്. ഏപ്രിൽ 1-നാണ് സുരേന്ദ്രയുടെ അമ്മ വീടായ പെരിങ്ങോടെ കോതച്ചിറയിലെത്തിയത്. 6-ന് അച്ഛന്റെ വീടായ ദേശമംഗലത്തേക്കും പോയി. 7-ന് ദേശമംഗലത്തു നിന്നും സുരേന്ദ്ര കൊടകിലേക്കാണെന്ന് പറഞ്ഞാണ് പോയതെന്നാണ് വിവരം. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പരേതരായ രാമൻ ലക്ഷ്മി ദമ്പതികളുടെ മകനാണ് സുരേന്ദ്ര. സുബ്രഹ്മണ്യൻ, പ്രഭാകരൻ, രാജൻ, രമണി എന്നിവർ സഹോദരങ്ങളാണ്. കോതച്ചിറ അയ്യപ്പൻകാവ് കൊടുങ്ങല്ലൂർക്കാവ് നവഭാരത് പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൽകുന്ന 8ാമത് നവകേളി പുരസ്കാരം പ്രശസ്ത വാദ്യ കലാകാരൻ എടപ്പാൾ സേതു നായർക്ക് സമർപ്പിക്കും. കോതച്ചിറ ശേഖരൻ നായർ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
10,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വിഷുക്കണി, വിഷുക്കൈനീട്ടം, പുരസ്കാര സമർപ്പണം എന്നിവയോടെയാണ് പരിപാടി നടക്കുക. ക്ഷേത്രം കോമരം ഉണ്ണികൃഷ്ണൻ നായർ, VMC നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിദ്യാധരൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ വിശിഷ്ടാതിഥിയാകും. പുരസ്കാര സമർപ്പണത്തിന്റെ ഭാഗമായി നടപ്പുര പഞ്ചവാദ്യവും കോതച്ചിറ കൃഷ്ണ തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയും അരങ്ങേറും. കലാമണ്ഡലം രതീഷ്, സദനം ഭരതരാജ്, പെരിങ്ങോട് സുബ്രഹ്മണ്യൻ, വരവൂർ അപ്പു, കോതച്ചിറ കുട്ടിനാരായണൻ എന്നിവർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകും. ഭാരവാഹികളായ കലാമണ്ഡലം രതീഷ്, CB വാസുദേവൻ, CM ജനാർദ്ദന വാര്യർ, TM സജീവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി നൂറുൽ ഹിദായ സിൽവർ ജൂബിലിയുടെ നിറവിൽ ബുധനാഴ്ച മുതൽ ആഘോഷ പരിപാടികൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതവൈജ്ഞാനിക സാമൂഹ്യ രംഗത്തെ 2.5 പതിറ്റാണ്ടിന്റെ സുദീർഘമായ സേവനങ്ങൾ കാഴ്ചവെച്ച പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ഇസ്ലാമിക് സെന്ററിന്റെ സിൽവർ ജൂബിലി ആഘോഷമാണ് വിവിധ പരിപാടികളോടെ നടത്തുന്നത്. ഏപ്രിൽ 15, 16, 17 തീയതികളായാണ് സിൽവർ ജൂബിലി മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിൽവർ ജൂബിലി മഹാസമ്മേളനത്തിൽ ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവോസ്, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങി മത, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കും. വിജ്ഞാന സേവന പാതയിൽ 25 വർഷം പൂർത്തിയാക്കി സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഏപ്രിൽ 15, 16, 17 ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി വിപുലമായ പ്രോഗ്രാമുകളുമായി നൂറുൽ ഹിദായ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ സമുന്നതരായ അതിഥികൾ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള ഫലസ്തീൻ അംബാസിഡർ അടക്കം മുഖ്യാതിഥിയായി എത്തുന്ന പ്രോഗ്രാം നൂറുൽ ഹിദായ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. നൂറുൽ ഹിദായ ഇസ്ലാമിക് സെന്ററിന്റെ ആദരണീയരായ വൈസ് പ്രസിഡന്റ് അബൂബക്കർ ഹാജി, അതുപോലെ ഉസ്മാൻ ഹാജി, സെക്രട്ടറിമാരായിട്ടുള്ള ഹൈദ്രോസ് മാഷ്, അതുപോലെ അബ്ദുള്ള കുട്ടി സാഹിബ്, വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള യൂസുഫ് ഹാജി എല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രോഗ്രാമിന്റെ 3 ദിവസത്തെ പ്രോഗ്രാമുകൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ബുധനാഴ്ചയാണ് ഉദ്ഘാടന സമ്മേളനം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അന്നേ ദിവസം പ്രഗത്ഭ വാഗ്മി മുസ്തഫ ഹുദവി ആക്കോട് പ്രഭാഷണം നിർവഹിക്കുന്നു. അന്നേ ദിവസം തന്നെ ബുധനാഴ്ച രാവിലെ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂര് ആധുനിക കാലഘട്ടത്തിൽ പുതിയ കുട്ടികളെ മെന്ററിംഗ് ചെയ്ത് കൊടുക്കുന്ന രൂപം കൂടുതൽ വിശദീകരിച്ച് രക്ഷിതാക്കളോട് സ്നേഹപൂർവ്വം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പുതുതലമുറയിലെ രക്ഷിതാക്കളോട് സ്നേഹപൂർവ്വം എന്ന വിഷയത്തിൽ ഡോക്ടർ സലീം ഫൈസി കുളത്തൂർ പാരന്റ് സെക്ഷനിൽ ക്ലാസ് എടുക്കും. രാത്രി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നൂറുൽ ഹിദായ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. ഉസ്താദ് മുസഫ ഉദ്വി ആക്കോടെ മുഖ്യപ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന ആദർശ സമ്മേളനത്തിൽ 2 സെക്ഷനുകളായി ജസീൽ കമാലി, ദാറുൽ ഹിദ PG ലെക്ചർ ഇസ്ഹാഖ് ബാക്കവി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ബിസിനസ് മീറ്റിൽ നൂതന ഇടപാടുകളുടെ ഇസ്ലാമിക മാനങ്ങളെ സംബന്ധിച്ച് ദാറുൽ ഖുദ PG ലെക്ചർ ഡോക്ടർ ജാഫർ ഉദ്വി കൊളത്തൂർ ക്ലാസ് എടുക്കും. തുടർന്ന് നിങ്ങൾ ഇല്ലാതെയും വളരുന്ന ബിസിനസ് എന്ന പ്രായോഗിക ബ്ലൂ പ്രിന്റ് എന്ന വിഷയത്തിൽ സൈത്തൂൻ ഇന്റർനാഷണൽ ക്യാമ്പസ് ഫൗണ്ടർ ആൻഡ് CEO ഡോക്ടർ മുയിൻ ഹുദ്വി ക്ലാസ് എടുക്കും. വൈകിട്ട് നടക്കുന്ന ആത്മീയ സംഗമം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിൽ ഉബൈദ് അൻവരി കാരക്കാട് ഉദ്ബോധന പ്രഭാഷണം നടത്തും. ഇശൽറാവും ഉണ്ടായിരിക്കും. സമാപന ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന മഹാസമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പാലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവോസ് മുഖ്യാതിഥിയായിരിക്കും. നൂറുൽ ഹിദായ സെക്രട്ടറി അബ്ദുശ്ശേരി അംസക്കുട്ടി ബാക്കവി അധ്യക്ഷത വഹിക്കും. ദാറുൽ ഖുദ വൈസ് ചാൻസലർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, SMF സംസ്ഥാന സെക്രട്ടറി U ഷാഫി ഹാജി, ET മുഹമ്മദ് ബഷീർ MP, ഷാഫി പറമ്പിൽ MP, പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ TP ഷാജി, മറ്റു വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ V അബൂബക്കർ ഹാജി, V യൂസഫ് ഹാജി, MT അബ്ദുൽ ലത്തീഫ് ഖുദ്വി, CS ഹൈദ്രോസ്, V അബ്ദുള്ളക്കുട്ടി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കൊപ്പം ദേശോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ കൊടിയേറ്റവും ഗജസംഗമവും നടന്നു.
ആഘോഷപ്രേമികൾക്ക് കാഴ്ചവിരുന്നൊരുക്കി കൊപ്പം ദേശോത്സവം. 45-ൽ പരം ആനകൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. കേന്ദ്ര ആഘോഷ കമ്മിറ്റികളുടെയും 26 ഉപാഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലായിരുന്നു ദേശോത്സവം കൊണ്ടാടിയത്. രാവിലെ മുളയങ്കാവ് റോഡിൽ ഉപാഘോഷ കമ്മിറ്റികൾ സംഗമിച്ച് ദേശോത്സവത്തിന്റെ കൊടിയേറ്റം നടന്നു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സല കൊടിയേറ്റം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയ് ഘോഷ്, പഞ്ചായത്ത് അംഗം എ കെ അനീഫ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി, എം ടി അസ്ലം, ഭാരവാഹികളായ എ കെ മുജീബ്, ബാബു ബലബാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 13 ആനകൾ കൊടിയേറ്റ ചടങ്ങിൽ അണിനിരന്നു. വൈകുന്നേരം നഗരപ്രദക്ഷിണ ഘോഷയാത്രയും ഉണ്ടായി. ഉപാഘോഷ കമ്മിറ്റിയുടെ ആഘോഷങ്ങൾ മുളയങ്കാവ് റോഡിൽ അത്താണിയിൽ സംഗമിച്ചായിരുന്നു നഗരപ്രദക്ഷിണ ഘോഷയാത്ര ആരംഭിച്ചത്. 45-ൽ പരം ഗജവീരന്മാർ, ബാൻഡ് മേളങ്ങൾ ഉൾപ്പെടെയുള്ള കലാപരിപാടികളും ഘോഷയാത്രയിൽ അണിനിരന്നു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.